ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഫ്രഞ്ച് സാഹിത്യകാരനായ വിശ്വപ്രസിദ്ധനായ വിക്ടർ യൂഗോയുടെ നോത്രദാമിലെ കോനൻ എന്ന നോവലിൻ്റെ 3-ാം ഭാഗം. ഗ്രീൻഷ്വാർ, ഒന്ന് പറയൂ, അവൾ പവിത്രയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പുരോഹിതൻ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അത് കേട്ട് ഗ്രീൻഷ്വാർ പറഞ്ഞു, യാതൊരു സ്വഭാവശുദ്ധിയുമില്ലാത്ത ജിപ്സികൾ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരാണ്. അവരുടെ ഇടയിൽ തീർച്ചയായും അവൾ ഒരു മാണിക്യം തന്നെയാണ്. 3 റൗഡി തലവന്മാർ അവളെ സംരക്ഷിക്കുന്നുണ്ട്. ഈജിപ്തിലെ ഡ്യൂക്ക് അവളെ വിശുദ്ധ മേരിയായി കരുതി ബഹുമാനിക്കുന്നു. തൻ്റെ ഇടത്തിന് ഒരു കുറവുമില്ലാത്ത അവൾ ആത്മരക്ഷയ്ക്ക് ഒരു കത്തി കൊണ്ട് നടക്കുന്നു. സ്പെയിൻ, ഹംഗറി, അൾജീരിയ എന്നിവിടങ്ങളിലാണ് അവൾ ബാല്യകാലം കഴിച്ചുകൂട്ടിയത്. അത് കാരണം അവളുടെ സംസാരത്തിൽ അവിടുത്തെ ഭാഷകളിലെ അനേകം വാക്കുകൾ കൂടിക്കലർന്നിട്ടുണ്ട്. പാരീസിൽ അവൾക്ക് പേടിയുള്ളത് 2 പേരെ മാത്രം. ഒന്ന് റോളൻസ് ടവറിൽ കഴിയുന്ന സന്യാസിനെയും മറ്റൊരാൾ ഒരു പുരോഹിതനാണെന്നുമാണ് പറഞ്ഞത്. സന്യാസിനി അവളെ എപ്പോൾ കണ്ടാലും ശകാരിക്കുകയും ശപിക്കുകയും ചെയ്യും. മറ്റ് ജിപ്സികളെപ്പോലെ അവൾ കൈ നോക്കി ഫലം പറയാറില്ല. കൂടാതെ അവൾ ശുദ്ധൻ ചെയ്യുന്നവളാണെന്ന വിശ്വാസവും എനിക്കില്ല. ഗ്രീൻഷ്വാർ ദൃഢസ്വരത്തിൽ പറഞ്ഞതെല്ലാം ആർച്ച് ഡീക്കൻ ശ്രദ്ധിച്ചു കേട്ടു. മൃഗങ്ങളെ കൊണ്ട് വിനോദ പ്രകടനം നടത്തുന്നവരെ പറ്റി പണ്ട് മുതൽക്കേ ജനങ്ങൾ പല ധാരണകളും പുലർത്തിപ്പോന്നു. അങ്ങനെ ചെയ്യുന്നവരെ തൂക്കിക്കൊല്ലാൻ പോലും ഒരു കാലത്ത് നിയമമുണ്ടായിരുന്നു. അതൊക്കെ അറിയാമായിരുന്ന പുരോഹിതനോട് ഫ്വാബു എന്ന വാക്കെഴുതുന്നത് അഭ്യസിക്കാൻ ആട്ടിൻകുട്ടിക്ക് 2 മാസമേ വേണ്ടി വന്നുള്ളൂ എന്ന് ഗ്രീൻഷ്വാർ പറഞ്ഞത് കേട്ട് അദ്ദേഹം അറിയാതെ ഞെട്ടി. ഹൃദയം തുളഞ്ഞിറങ്ങുന്ന നോട്ടത്തോടെ പുരോഹിതൻ ചോദിച്ചു, എൻ്റെ അഭിപ്രായത്തിൽ ജിപ്സികൾ സൂര്യനെ ആരാധിക്കുന്നവരാണ്. അതിനാലാണ് ഫ്വാബ് എന്ന വാക്ക് തന്നെ തിരഞ്ഞെടുത്തത്. ഒരു കാര്യം തുറന്നു പറയാമോ? ഒരിക്കലും അവളെ സ്പർശിച്ചിട്ടില്ലെന്ന് നിനക്ക് സത്യം ചെയ്യാമോ? ചെയ്യാം. ഈ വിഷയത്തിൽ അങ്ങ് ഇത്രയും താല്പര്യം കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഗ്രീൻഷ്വാർ പറഞ്ഞത് കേട്ട് പുരോഹിതൻ്റെ മുഖം വിളർത്തു വിളറി. ഒരു വിധത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞൊപ്പിച്ചു, ഒരു കാലത്ത് നീ എൻ്റെ ശിഷ്യനായിരുന്നു. ഞാൻ എന്നും നിന്റെ അഭ്യുദയകാംക്ഷിയായിരിക്കും. ഒരിക്കലും അവളുടെ ദേഹത്ത് നീ തൊടരുത്. തൊടുകയാണെങ്കിൽ നിന്നെ ചെകുത്താൻ ബാധിക്കും. പാപ സ്വഭാവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരുടെ ചിന്താഗതി മരണത്തിനും, ദൈവാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവരുടെ ചിന്താഗതി സമാധാനപൂർണമായ ജീവിതത്തിനും കാരണമായി തീരുന്നു. ആത്മാവ് നരകത്തിൽ പോകുന്നതിന് കാരണം ശരീരമാണെന്ന സത്യം എപ്പോഴും നീ ഓർത്തിരിക്കണം. മർദ്ദനക്കൂട്ടിലെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം കോസിമോദോയ്ക്ക് പള്ളിമണി അടിക്കുന്നതിനുള്ള താല്പര്യം വളരെ കുറഞ്ഞതായി നോത്രദാമിൻ്റെ പരിസരത്ത് താമസിക്കുന്നവർക്ക് തോന്നിയിരുന്നു. 1482 ആണ്ട് മാർച്ച് മാസം 25-ാം തീയതി കന്യാമറിയ സ്മരണാദിനത്തിൽ അവന് മണികളോടുള്ള സ്നേഹം 10 മടങ്ങ് വർദ്ധിച്ചതുപോലെ തോന്നി. അവൻ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറി ചെന്ന് മണിമാളികയുടെ ഉയർന്ന തട്ടിൽ എത്തിയതിനു ശേഷം ദുഃഖിതനായി തലയാട്ടിക്കൊണ്ട് മണികളുടെ നേർക്ക് നോക്കി പറഞ്ഞു, ഇതൊരു പുണ്യദിനമാണ്. എന്നെപ്പോലെ നിങ്ങളും മടിയന്മാരായി തീർന്നിരിക്കുന്നു. നിങ്ങൾക്ക് തുരുമ്പ് പിടിച്ചതുപോലെ തോന്നുന്നു. നിങ്ങളുടെ ശബ്ദപ്രളയം കൊണ്ട് ഈ പ്രദേശമാകെ ഇളകി മറിയട്ടെ. എല്ലാവരും എന്നെപ്പോലെ ചെകിടന്മാരായി തീരട്ടെ. കോസിമോദോ സകല കഷ്ടതകളും മറന്ന്
അത്യുത്സാഹത്തോടെ തൻ്റെ സർവശക്തിയും സമാഹരിച്ച് നോത്രദാമിലെ ഏറ്റവും വലിയ 6 മണികളും മുഴക്കി. മണിനാദത്തിൻ്റെ പതിവിൽ കവിഞ്ഞ ഗാംഭീര്യം ആളുകൾക്ക് ആഹ്ലാദം പകർന്നു. മണി മുഴക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവൻ്റെ ദൃഷ്ടികൾ കവലയിലെ തെരുവിൽ വിചിത്ര വേഷമണിഞ്ഞ ഒരു യുവതിയിൽ പതിച്ചു. ആ സമയത്ത് അവൾ നിലത്ത് ഒരു പരവതാനി വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞ് അതിൽ ഒരു ചെറിയ കോലാട് വന്നിരുന്നു. അധികം താമസിയാതെ പ്രേക്ഷകർ അവൾക്ക് ചുറ്റും കൂടി. ആർദ്രതയും വാത്സല്യവും തുളുമ്പുന്ന മുഖഭാവത്തോടെ അവൻ അവളെ നോക്കിക്കൊണ്ട് അനങ്ങാതെ നിന്നു. ആരും തുണയില്ലാതായി തീർന്ന മണികൾ പെട്ടെന്ന് നിശ്ചലങ്ങളായി, നിശബ്ദമായി. അതേ മാർച്ച് മാസം 29-ാം തീയതി സെന്റ് യുത്താഷിൻ്റെ ഉത്സവ ദിനമായിരുന്നു. പതിവിന് വിപരീതമായി ഷഹാൻ ഫ്രോളോ അതിരാവിലെ എണീറ്റു. എന്തോ ആലോചിച്ചുകൊണ്ട് കാലുറയിലെ കീശയിൽ തപ്പി നോക്കിയപ്പോൾ നാണയത്തുട്ടുകളുടെ കിലുക്കം കേൾക്കാത്തത് കാരണം അയാളുടെ മുഖം മ്ലാനമായി. അയാൾ ഉടനെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പോകാൻ ഉറച്ചു. നോത്രദാം പള്ളിയിൽ ചെന്ന് അയാൾ ആർച്ച് ഡീക്കൻ എവിടെയാണെന്ന് അന്വേഷിച്ചു. അദ്ദേഹം ഗോപുരത്തിലെ സ്വകാര്യ മുറിയിലാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ രഹസ്യറ ഒന്ന് പരിശോധിക്കാനുള്ള അവസരം കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് അയാൾ വളരെ സന്തോഷിച്ചു. അറയുടെ വാതിൽ ചേർത്ത് ചാരിയിരിക്കുകയായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ ഒരു പാളി അല്പം തുറന്ന് ഷെഹാൻ ഫ്രോളോ അകത്തേക്ക് ഒളിഞ്ഞു നോക്കി. മച്ചിൽ മൃഗങ്ങളുടെ അസ്ഥികൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ണിൽപ്പെട്ടു. മേശപ്പുറത്ത് ഗ്രന്ഥങ്ങളുടെ കൈയെഴുത്ത് പ്രതികൾ കുന്നുകൂടി കിടപ്പുണ്ട്. അയാൾ അല്പം പോലും ഒച്ചയുണ്ടാക്കാതെ വളരെ കരുതലോടെ കതക് തുറന്നതിനാൽ അവൻ്റെ സാന്നിധ്യം പുരോഹിതൻ അറിഞ്ഞില്ല. ഷെഹാൻ ഫ്രോളോ ആ മുറിയിൽ ആകെ ഒന്ന് കണ്ണോടിച്ചു. ജനാലയുടെ കീഴ്ഭാഗത്ത് ഒരു വലിയ അടുപ്പ് കണ്ടു. അത് ഉപയോഗിക്കാത്തതായിരുന്നു. ചുമരിൽ പലയിടത്തും രസതന്ത്ര ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന ചില കുറിപ്പുകൾ രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചിത്രങ്ങളും വരച്ചിരുന്നു. ചിന്താമൂകനായിരുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ അതികഠിനമായ മനോവേദന അനുഭവിക്കുന്നുണ്ടെന്ന് ഷഹാന് തോന്നി. അപ്പോൾ വിഷാദം കലർന്ന പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം സ്വയം പറയുന്നത് ഷഹാന് കേൾക്കാൻ കഴിഞ്ഞു. മനുവും സോറോവസ്തറും സൂര്യൻ അഗ്നിയുടെ സന്താനമാണ് എന്ന് പഠിപ്പിച്ചു. ചന്ദ്രൻ സൂര്യൻ്റെ സന്തതിയത്രേ. ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് അഗ്നിയാണ്. അതിൻ്റെ പ്രാഥമിക അണുക്കൾ നിരന്തരം ലോകമാകെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ലോകത്തിന് പ്രകാശം കിട്ടുന്നു. സ്വർണവും പ്രകാശവും ഒരേ വസ്തു തന്നെ. ഒന്ന് സ്ഥൂലമെങ്കിൽ രണ്ടാമത്തേത് സൂക്ഷ്മമെന്ന വ്യത്യാസം മാത്രമേയുള്ളൂ. ഇപ്പോൾ ജനാലയഴിയിൽ കൂടി എൻ്റെ കയ്യിൽ തട്ടി പ്രകാശിക്കുന്ന സൂര്യകിരണങ്ങൾ വാസ്തവത്തിൽ സ്വർണം തന്നെയാണ്. വേണമെങ്കിൽ ഈ പ്രകാശരശ്മികളെ സ്വർണമാക്കി മാറ്റാനും കഴിയും. അതിന് എന്താണ് മാർഗം? എത്ര നേരം കൂടി കാത്തു നിൽക്കേണ്ടി വരുമെന്ന ചിന്ത ഷെഹാനെ വിഷമിപ്പിച്ചു. അപ്പോഴും പുരോഹിതൻ സ്വയം പറയുന്നത് കേട്ടു. മനു പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ എവിടെയാണോ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് ദൈവം വസിക്കുന്നതെന്ന്. ഭാരതീയ സന്യാസിമാരുടെ പ്രവചനങ്ങൾ സത്യമാണ്. ലാ എസ് മറാൽദ, ലാ എസ് മറാൽദ. ഹോ, നാശം! അവളെ പറ്റിയുള്ള ദുഷ്ടചിന്തകൾ എൻ്റെ ഉള്ളിലേക്ക് ഇതാ വീണ്ടും കടന്നു വരുന്നു. കുറച്ച് നാളായി എൻ്റെ മനസ്സിന് ഒരു സ്ഥിരതയുമില്ല. സദാ ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ ഏകാഗ്രതയോടെ പരീക്ഷണങ്ങൾ നടത്തി വിജയിക്കാൻ കഴിയുന്നുമില്ല. ഒരു നിമിഷം മിണ്ടാതിരുന്നിട്ട് ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് അദ്ദേഹം ആത്മകഥം തുടർന്നു. ഞാൻ പലതും അറിയാൻ ആഗ്രഹിക്കുന്നു. ഇന്നോളം നേടിയെടുക്കാൻ കഴിഞ്ഞ അറിവ് എത്രയോ പരിമിതമാണ്. എണ്ണയും തിരിയുമില്ലാതെ കത്തുന്ന വിളക്ക് കണ്ടുപിടിച്ച കാസിയോദോറോസിൻ്റെ രഹസ്യം എനിക്കിപ്പോഴും അജ്ഞാതമാണ്.
സെഷിയലിൻ്റെ മാന്ത്രിക ശക്തിയുള്ള ചുറ്റിക എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ജൂതൻ സ്വന്തം രഹസ്യമുറിയിലിരുന്ന് ചുറ്റിക കൊണ്ട് ആണിയിൽ ഓരോ പ്രാവശ്യവും അടിക്കുമ്പോഴും കൊല്ലണമെന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ച ശത്രുക്കൾ ഓരോരുത്തരായി ഭൂമിയിലേക്ക് താഴുകയും ഭൂമി അവരെ വിഴുങ്ങുകയും ചെയ്തു. 3 ശതാബ്ദത്തിനു മുമ്പ് നടന്ന കാര്യം. എങ്കിലും എൻ്റെ കയ്യിൽ അതേ ചുറ്റികയുണ്ട്. ചുറ്റിക കൊണ്ടടിക്കുമ്പോൾ സെൽഷ്യൽ ഉച്ചരിച്ച മന്ത്രം കൂടി കണ്ടുപിടിച്ചാൽ എനിക്കും അദ്ദേഹത്തിനുണ്ടായിരുന്ന അത്ഭുത ശക്തി സ്വായത്തമാക്കാൻ കഴിയും. ഷെഹാൻ ഫ്രോളോ അമ്പരെന്ന് സഹോദരൻ നോക്കി നിൽക്കുകയായിരുന്നു. തൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രൂപത്തിൽ ജ്യേഷ്ഠനെ കണ്ട അയാൾ ശരിക്കും അന്താളിച്ചുപോയി. എന്നിരുന്നാലും ഏത് സമയത്തും സഹോദരനെ മതിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഏകദേശ രൂപം ഷെഹാനും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അയാൾ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ അല്പം പുറകോട്ട് മാറി നിലയുറപ്പിച്ചു. എന്നിട്ട് അതേ ഭാഗത്തേക്ക് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വീണ്ടും നടന്നു. ശബ്ദം കേട്ട് പുരോഹിതൻ ഞെട്ടിപ്പോയി. അദ്ദേഹം വിളിച്ചു ചോദിച്ചു, പുറത്താരാണ്? അകത്തേക്ക് വരാം. നിങ്ങളെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ വരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതിനാൽ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. പുരോഹിതൻ മുഖം തിരിച്ചു നോക്കിയപ്പോൾ അനുജനെ മുന്നിൽ കണ്ട് അറിയാതെ ഒന്ന് ഞെട്ടി. അദ്ദേഹം മുഖഭാവം പെട്ടെന്ന് മാറ്റിക്കൊണ്ട് ചോദിച്ചു, നീയോ? നീ എപ്പോൾ വന്നു? ജ്യേഷ്ഠൻ്റെ ചോദ്യം കേട്ട് നിഷ്കളങ്കത ഭാവിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത മട്ടിൽ ഷെഹാൻ ഉത്തരം നൽകി, ഞാൻ ജ്യേഷ്ഠൻ്റെ ഉപദേശം വാങ്ങാൻ വന്നതാണ്. പണത്തിൻ്റെ കാര്യം പറയാൻ ഷെഹാൻ്റെ നാവ് പൊങ്ങിയില്ല. പുരോഹിതൻ ഗൗരവത്തിൽ പറഞ്ഞു, ഏതായാലും നീ ഇപ്പോൾ വന്നത് വളരെ നന്നായി. നിന്നെപ്പറ്റിയുള്ള പരാതികൾ കേൾക്കാനേ എനിക്ക് സമയമുള്ളൂ. സഹപാഠികളെ ഉപദ്രവിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നത് ഞാൻ അറിയുന്നുണ്ട്. നീ വന്ന കാര്യം പറ. പണത്തിന് വേണ്ടിയായിരിക്കും. ഷെഹാൻ ഒട്ടും കൂസാക്കാതെ പറഞ്ഞു, എനിക്ക് കുറച്ച് പണം വേണം. എന്തിന്? ജ്യേഷ്ഠൻ വിചാരിക്കുന്നത് പോലെ വിലപിടിപ്പുള്ള ഷർട്ടുകൾ തുന്നി പാരീസിലെ തെരുവുകളിൽ അലഞ്ഞു തിരിയാനോ മദ്യപാനത്തിനോ വേണ്ടിയല്ല, ഒരു ധർമ്മച്ചെലവിനാണ്. മനസ്സിലായില്ല? ഹോദ്രിയുടെ ധർമ്മശാലയിൽ ഒരു പാവപ്പെട്ട വിധവ കഴിയുന്നുണ്ട്. അവരുടെ കുഞ്ഞിന് ഒരു ലിനൻ ഉടുപ്പ് മേടിച്ചു കൊടുക്കണമെന്ന് എൻ്റെ കൂട്ടുകാർ പറയുന്നു. അതിന് എൻ്റെ പങ്കു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഈ നുണക്കഥകളൊന്നും വിളമ്പേണ്ട. നീ പോയിക്കോ. ഞാനിപ്പോൾ ഒരാളെ കാത്തിരിക്കുകയാണ്. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? എൻ്റെ നോട്ട്ബുക്ക് കളഞ്ഞുപോയി. പുസ്തകങ്ങളും ആരോ മോഷ്ടിച്ചു. അരിസ്റ്റോട്ടലിനെ പറ്റി എനിക്കൊന്നും അറിയണമെന്നില്ല. ആത്മീയ കാര്യങ്ങളിലും എനിക്ക് താല്പര്യമില്ല. എനിക്ക് വേണ്ടതിപ്പോൾ ആഹാരമാണ്. അതിന് എൻ്റെ പക്കൽ പണമില്ല. അധ്വാനിക്കാത്തവന് ഭക്ഷണം കഴിക്കാൻ അർഹതയില്ല. എനിക്കൊരു ജോഡി ചെരുപ്പ് വാങ്ങണം. അതിന് പണം വേണം. അത് ഞാൻ വാങ്ങിത്തരാം. പക്ഷേ നിന്റെ കയ്യിൽ പണം തരില്ല. അത് കേട്ട് ഷെഹാൻ ചൊടിച്ചു. അയാൾ പറഞ്ഞു, എന്നെ നേരാക്കി കളയാമെന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ ചൂത് കളിക്കും, ചാരായക്കടയിലും തേവടിച്ചികളുടെ വീട്ടിലും പോകും. നീ നാശത്തിൻ്റെ പടുകുഴിയിൽ വീഴും. ഹോ, അതെൻ്റെ കാര്യം. നീ നരകത്തിൽ പോകും. ഒന്നുമില്ലെങ്കിലും ഇവിടുത്തെ തണുപ്പിൽ നിന്നെങ്കിലും രക്ഷ കിട്ടുമല്ലോ. ആരോ ഗോവണിപ്പടി കയറി വരുന്ന ശബ്ദം കേട്ട് പുരോഹിതൻ സഹോദരനെ ശാസിച്ചു. മിണ്ടിപ്പോകരുത്. മിസ്റ്റർ ഷാക്കു ഷൊർമോള് വരുന്നുണ്ട്. നീ അല്പനേരത്തേക്ക് ഈ അടുപ്പിൻ്റെ മറവിൽ ഒളിച്ചിരിക്കണം. ശ്വാസം വിടുന്ന ശബ്ദം പോലും പുറത്ത് കേൾപ്പിക്കരുത്. ഇവിടെ നടക്കുന്നതൊന്നും ആരോടും പറയരുത്. ഉടനെ ഷെഹാന് ബുദ്ധിയുദിച്ചു. മിണ്ടാതിരിക്കണമെങ്കിൽ പണം തരണം. പണം പിന്നെ തരാം. പോരാ, ഇപ്പോൾ ഈ നിമിഷം തന്നെ വേണം. ആർച്ച് ഡീക്കൻ കോപിച്ച് തൻ്റെ പണസഞ്ചി എടുത്ത് അയാളുടെ നേർക്ക് എറിഞ്ഞു കൊടുത്തു. അല്പം കഴിഞ്ഞ് കതക് തുറന്ന് ഒരാൾ അകത്തേക്ക് കടന്നു വന്നു. കറുത്ത കുപ്പായം ധരിച്ചിരുന്ന അയാളോട് ആർച്ച് ഡീക്കൻ ഉത്കണ്ഠയോടെ ചോദിച്ചു,
മന്ത്രവാദിയെ കണ്ടോ? എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ഞങ്ങൾ ശ്രമിച്ചു നോക്കി. ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടും അവനൊന്നും വെളിപ്പെടുത്തുന്നില്ല. ഒരു കുറിപ്പ് മാത്രം കിട്ടി. 2 അക്ഷരമേ അതിൽ എഴുതിയിട്ടുള്ളൂ. എന്തിനു വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലായില്ല. അതിരിക്കട്ടെ, ആ ക്ഷുദ്രക്കാരിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവിട്ട് കഴിഞ്ഞു. നിങ്ങൾ ആരെപ്പറ്റിയാണ് പറയുന്നത്? തെരുവ് തോറും അലഞ്ഞു നടക്കുന്ന ആ ബൊഹിമിയക്കാരി പെണ്ണില്ലേ, അവളെപ്പറ്റി തന്നെ. അവളുടെ ആട്ടിൻകുട്ടിക്ക് കണക്ക് വശമുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയും. കാണാൻ ബഹുസുന്ദരിയാണ്. അത് കേട്ട് ആർച്ച് ഡീക്കൻ്റെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. വിഷയം മാറ്റിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മന്ത്രവാദിയുടെ കാര്യം നോക്കൂ. അവളുടെ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം. അതിനിടയിൽ അടുപ്പിൻ്റെ ഭാഗത്തു നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. അന്നേരം ഷെഹാൻ അടുപ്പിൻ്റെ പിന്നിൽ പതുങ്ങിയിരുന്നു കൊണ്ട് കയ്യിൽ കിട്ടിയ ഒരു കഷ്ണം ഉണങ്ങിയ റൊട്ടി ചവച്ച് തിന്നുകയായിരുന്നു. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഷാർമോളു പരിഭ്രാന്തനായി പറഞ്ഞു, അത് പൂച്ചയാണെന്ന് തോന്നുന്നു. വല്ല എലിയെയും പിടിച്ച് തിന്നുകയായിരിക്കും. അപ്പോൾ ഷാക്കെ ഷോർമാളു അഭിപ്രായപ്പെട്ടു, ശരിയാണ്, മഹാന്മാരുടെ വീടുകളിൽ ഏതെങ്കിലും ഒരു വളർത്തുമൃഗം കാണാതിരിക്കില്ല. ഷെഹാൻ കുസൃതി വല്ലതും കാണിച്ചേക്കുമോ എന്ന് ഭയന്ന് ആർച്ച് ഡീക്കൻ തന്ത്രപൂർവ്വം സുഹൃത്തിനെയും കൂട്ടി പുറത്തേക്കിറങ്ങി. ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങി ഷെഹാൻ സ്വയം പറഞ്ഞു, 2 പേരുടെയും സംസാരം കേട്ട് തലവേദന എടുക്കുന്നു. ചേട്ടൻ തന്ന പണം വീഞ്ഞാക്കി മാറ്റാം. അയാൾ ഉടുപ്പിൻ്റെ കയ്യിൽ പറ്റിയിരുന്ന ചാരം തൂത്തുകളഞ്ഞ് ഒരു മൂളിപ്പാട്ടും പാടി എടുത്തുകൊണ്ടു പോകാൻ പറ്റിയ വല്ല സാധനങ്ങളും അടുത്തുണ്ടോ എന്ന് തിരഞ്ഞു. മുറിയാകമാനം ഒന്ന് നോക്കിയിട്ട് ഗോപുരത്തിൽ നിന്നും താഴോട്ടിറങ്ങി. തെരുവിൽ കൂടി ചാരായക്കടയെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിമധ്യേ ക്യാപ്റ്റൻ ഫാബുവിനെ കാണാനിടയായി. തൻ്റെ സുഹൃത്തിനെ കണ്ട് ഷെഹാൻ അതിരറ്റ് ആഹ്ലാദിച്ചു. അദ്ദേഹത്തിന് ഹസ്തദാനം ചെയ്തുകൊണ്ട് അയാൾ ചോദിച്ചു, ഇന്നത്തെ സായാഹ്നം നമുക്ക് ആഘോഷിക്കാം. എന്താ, എന്നോടൊപ്പം കുടിക്കാൻ കൂടുന്നുണ്ടോ? എൻ്റെ കയ്യിൽ പണമില്ല. എൻ്റെ കയ്യിലുണ്ട്. എങ്കിൽ നമുക്ക് പോയി കുടിക്കാം. 2 സ്നേഹിതന്മാരും മദ്യശാലയിലേക്ക് നടന്നു. അപ്പോൾ വേഷപ്രച്ഛന്നായി ആർച്ച് ഡീക്കൻ അവരെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഒരു പൂച്ചയെപ്പോലെ ഒച്ച വയ്ക്കാതെ പിന്തുടരുന്ന പുരോഹിതനെ പറ്റി അവർക്ക് ഒരു പിടിപാടും ഉണ്ടായിരുന്നില്ല. ഷെഹാൻ ഫ്രോളോ തൻ്റെ ജ്യേഷ്ഠനെ വിമർശിച്ച് സംസാരിച്ചു. 2 പേരും ഉറക്കെ തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. പട്ടണത്തിലെ തേവടിശികളും മദ്യശാലകളും ലഹളകളും അവരുടെ സംഭാഷണത്തിൽ വന്നുകൊണ്ടിരുന്നു. തെരുവ് തിരിയുന്ന ഒരു വളവിലെത്തിയപ്പോൾ അല്പം അകലെയുള്ള കവലയിൽ നിന്ന് തപ്പുകൊട്ടുന്ന സ്വരം കേൾക്കാനിടയായി. തപ്പിൻ്റെ ശബ്ദം കേട്ട് സൈനിക ഉദ്യോഗസ്ഥൻ ഷെഹാനോട് പറഞ്ഞു, ആ ബൊഹീമിയക്കാരി എന്നെ വഴിയിൽ വെച്ച് കണ്ടേക്കുമോ എന്ന് ഭയപ്പെടുന്നു. ഏത് ബൊഹീമിയക്കാരിയെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്? കോലാടിനെ കൊണ്ടു നടക്കുന്ന ലായസ് മറാൽദയെ പറ്റി നിങ്ങളും കേട്ടിരിക്കും, കണ്ടിട്ടുമുണ്ടാകും. നമുക്ക് വേഗം പോകാം. എന്നെ കണ്ടാൽ അവൾ തിരിച്ചറിയും. തെരുവിൽ വെച്ച് അവളോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അന്നേരം മങ്ങിയ വെളിച്ചത്തിൽ ഫാബു ചിരിക്കുന്നതും കുനിഞ്ഞ് ഷെഹാൻ ഫ്രോളോയുടെ ചെവിയിൽ മന്ത്രിക്കുന്നതും ആർച്ച് ഡീക്കൻ കണ്ടു. അടുത്ത നിമിഷത്തിൽ ക്യാപ്റ്റൻ ഫാബു ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ അവളോട് കൂടെയായിരിക്കും. അവൾ വരുമെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ? തീർച്ചയായും. എങ്കിൽ നിങ്ങൾ ഒരു മഹാഭാഗ്യവാൻ. ആർച്ച് ഡീക്കൻ ഈ സംഭാഷണത്തിൻ്റെ ഓരോ വാക്കും കേട്ടു. അദ്ദേഹം അരിശത്തോടെ പല്ലിറുമി ഒരു നിമിഷം ഒരു തൂണിൽ ചാരി നിന്നിട്ട് പിന്നെയും അവരെ പിന്തുടർന്നു. ഗ്രീൻഷ്വാറുമായുള്ള സന്ദർശനത്തിന് ശേഷം ഫാബു എന്ന നാമധേയം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സ്വൈരതയെ കെടുത്തിയിരുന്നു. അതിനാലാണ് 2 പേരുടെയും സംഭാഷണം ശ്രദ്ധിക്കാനും ഉത്കണ്ഠയോടെ അവരെ പിന്തുടരുവാനും തീർച്ചയാക്കിയത്. ഫാബുവും ഷെഹാനും മദ്യപിച്ചു കൊണ്ടിരുന്ന
ചാരായക്കടയുടെ എതിർവശത്ത് നിന്നുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി വരുന്നവരെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. സ്വന്തം വേഷം മറയ്ക്കുന്നതിന് വേണ്ടി കണ്ണുവരെ പുതപ്പുകൊണ്ട് മൂടി പൊതിച്ചു. ചാരായക്കടയിൽ നിന്ന് കതക് തുറന്ന് പുറത്തേക്കിറങ്ങിയ ആ 2 കുടിയന്മാരെയും അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. കുടിയന്മാരിൽ ഒരാൾ പറഞ്ഞു, "മണി 7 അടിച്ചു. ഞാൻ ചെല്ലുമെന്ന് ഏറ്റിട്ടുള്ള സമയം ഇതാണ്. നിന്റെ കയ്യിൽ പണം ബാക്കി വല്ലതുമുണ്ടെങ്കിൽ എനിക്ക് തരൂ." ഒഴിവോ കഴിവോ പറഞ്ഞതല്ലാതെ ഷഹാൻ പണം കൊടുത്തില്ല. കോപിച്ച് ഫാബു മത്ത് പിടിച്ച ഷഹാനെ ഊക്കോടെ ഒന്ന് തള്ളിയപ്പോൾ അയാൾ കറങ്ങി നിരത്തിൽ മറിഞ്ഞു വീണു. സൈനിക ഉദ്യോഗസ്ഥൻ അയാളെ വലിച്ചിഴച്ച് നടുറോഡിൽ നിന്ന് മാറ്റിക്കിടത്തിയിട്ട് കടന്നുപോയി. ആർച്ച് ഡീക്കൻ നിസ്സഹായനായി ഒരു നിമിഷം സഹോദരൻ്റെ അടുക്കൽ നിന്നിട്ട് ക്യാപ്റ്റനെ പിന്തുടർന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് ക്യാപ്റ്റൻ ഫാബു കണ്ടു. അദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അന്നേരം മതിലിലൂടെ ഒരു നിഴൽ തന്നെ അനുഗമിക്കുന്നത് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. പരീക്ഷണാർത്ഥം അദ്ദേഹം ഒരിടത്ത് നിന്നു. അപ്പോൾ ആ രൂപവും നിന്നു. വീണ്ടും നടന്നപ്പോൾ ആ രൂപവും നടന്നു. ആയിടെ പട്ടണത്തിൽ കാട്ടുതീ പോലെ പരന്ന ഒരു വാർത്ത ക്യാപ്റ്റൻ്റെ ഉള്ളിലും ഭയം ജനിപ്പിച്ചിരുന്നു. ഒരു 6 കൊല വൈദികൻ പാരീസിലെ തെരുവുകളിൽ രാത്രി സമയത്ത് സഞ്ചരിക്കുന്നുണ്ട് പോലും. ക്യാപ്റ്റൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇരുട്ടത്ത് ഒരു പ്രതിമ കണക്കെ ഒരു രൂപം കണ്ട് പേടിച്ചു വിറച്ചു. ഞൊടിയിടയിൽ അത് ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി. ആ രൂപം വസ്ത്രത്തിനടിയിൽ നിന്ന് ഒരു കൈ വെളിയിലേക്ക് നീട്ടി ക്യാപ്റ്റൻ്റെ കയ്യിൽ ശക്തിയായി പിടിച്ചു വലിച്ച് പ്രേതത്തിൻ്റെ ശബ്ദത്തിൽ ചോദിച്ചു, "നിങ്ങൾ തന്നെയല്ലേ ക്യാപ്റ്റൻ ഫാബു?" ആശ്ചര്യ പരതന്ത്രനായ ക്യാപ്റ്റൻ പറഞ്ഞു, "അതെ, ഞാൻ തന്നെ. എൻ്റെ പേരറിയാമല്ലോ." അപരിചിതൻ പറഞ്ഞു, "നിങ്ങളുടെ പേര് മാത്രമല്ല, ഇന്ന് രാത്രി നിങ്ങളൊരു സങ്കേതത്തിൽ ചെല്ലാമെന്ന് ഏറ്റിട്ടുള്ളതും എനിക്കറിയാം." മുമ്പത്തേക്കാൾ 10 മടങ്ങ് ആശ്ചര്യത്തോടെ ഫാബു പറഞ്ഞു, "അതെ." 7 മണിക്ക്, ശരിയല്ലേ? "അതെ." സ്ത്രീയുടെ പേര് ലാ എസ്മറാൽഡ. അറിയാതെ ഫാബു ആ പേര് ഉച്ചരിച്ചു പോയി. അതേസമയം അജ്ഞാത വ്യക്തി ഫാബുവിനോട് പറഞ്ഞു, "നിങ്ങൾ നിങ്ങളുടെ സങ്കേതത്തിലേക്ക് ചെല്ലൂ." അല്പം പരുങ്ങലോടെ ഫാബു പറഞ്ഞു, "എൻ്റെ കയ്യിൽ പണമില്ല." ഉടൻ തന്നെ അപരിചിതൻ്റെ തണുത്ത കൈ ഫാബുവിൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണ നാണയം വെച്ചു കൊടുത്തു. അന്ധവിശ്വാസ ജടിലമായ കഥകളെല്ലാം പെട്ടെന്ന് മറന്നു കഴിഞ്ഞിരുന്ന ഫാബു പറഞ്ഞു, "നിങ്ങളൊരു നല്ല മനുഷ്യനാണ്." അപ്പോൾ അപരിചിതൻ ശബ്ദമുയർത്തി ഇങ്ങനെ പറഞ്ഞു, "നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് പരീക്ഷിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. അത് അവൾ തന്നെയാണോ എന്ന് എനിക്കറിയണം. അതിനുവേണ്ടി നിങ്ങൾ അവളുമായി കഴിയുന്ന മുറിയുടെ ഒരു മൂലയ്ക്ക് എന്നെ ഒളിച്ചിരുത്തണം. അത് ആരും അറിയുകയും വേണ്ട." "അങ്ങനെ തന്നെ" എന്ന് പറഞ്ഞ് ഫാബു തൻ്റെ സുഹൃത്തിനോടൊപ്പം വേഗം നടന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് പുഴയൊഴുകുന്ന ശബ്ദം കേട്ടപ്പോൾ സെൻറ്റ് മിഷേൽ പാലത്തിലെത്തിയെന്ന് മനസ്സിലായി. ഫാബു ഒരു വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂട്ടുകാരനോട് പറഞ്ഞു, "നിങ്ങളെ ആദ്യം ഇവിടെയാക്കിയിട്ട് ഞാൻ പോയി പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാം. പെത്തി ഷാത്തിലേക്കെടുത്ത് അവൾ എന്നെ കാത്തു നിൽക്കും." ഫാബു കതകിന് മുട്ടി വിളിച്ചു. ഉടനെ ഒരു പടുവൃദ്ധ വിളക്കുമായി വന്ന് വാതിൽ തുറന്നു കൊടുത്തു. അപരിചിതൻ വസ്ത്രം കൊണ്ട് കണ്ണുവരെ മൂടി. ഫാബു കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയം വൃദ്ധയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അപ്പോൾ തന്നെ അവൾ മേശ തുറന്ന് സ്വർണ്ണ നാണയം സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് വിളക്കെടുക്കാൻ പുറംതിരിഞ്ഞ തക്കം നോക്കി അടുപ്പിൻ്റെ അടുക്കലുണ്ടായിരുന്ന ഒരു ചെക്കൻ എഴുന്നേറ്റ് ഒച്ചയുണ്ടാക്കാതെ മേശയുടെ അടുത്ത് ചെന്ന് സ്വർണ്ണ നാണയം കവർന്നെടുത്തു. സ്വർണ്ണ നാണയത്തിൻ്റെ സ്ഥാനത്ത് ഒരു ചുള്ളിയിൽ നിന്ന് ഇറുത്തെടുത്ത കരിയില വയ്ക്കുകയും ചെയ്തു.
വൃദ്ധ വിളക്കുമായി വന്ന് അതിഥികൾക്ക് ഒരു ഇരുണ്ട മുറി തുറന്നുകൊടുത്തു. ഫാബു സുഹൃത്തിനോട് അതിനുള്ളിൽ കയറിയിരിക്കാൻ പറഞ്ഞു. സുഹൃത്ത് അനുസരിച്ചു. ഫാബു പുറമേ നിന്ന് കൊടുത്തിട്ട് വൃദ്ധയോടൊപ്പം താഴത്തേക്കിറങ്ങി. ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരുന്ന ആർച്ച് ഡീക്കൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. 1/4 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പ് അദ്ദേഹത്തിന് ഒരു യുഗം പോലെയാണ് തോന്നിച്ചത്. പെട്ടെന്ന് കോവണിപ്പടികളിൽ കൂടി ആരോ മേൽപോട്ട് കയറി വരുന്ന ശബ്ദം കേട്ടു. തട്ടിൻപുറത്തിൻ്റെ ദ്രവിച്ച വാതിലിൽ വിടവുണ്ടായിരുന്നു. അതിൽ കൂടി അദ്ദേഹം നോക്കി. വിളക്കം പിടിച്ചുകൊണ്ട് വൃദ്ധ വരുന്നത് കണ്ടു. വൃദ്ധയുടെ പിന്നിൽ ഫാബുവും ലാ എസ് മറാൽദയും ഉണ്ടായിരുന്നു. ലാ എസ് മറാൽദയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ദിവ്യരൂപം കണ്ടതോടെ അദ്ദേഹത്തിൻ്റെ നാഡികൾ ശക്തിയായി തെരുതെരെ മിടിച്ചു തുടങ്ങി. അദ്ദേഹത്തിന് തല ചുറ്റുന്നതുപോലെ തോന്നി. പെട്ടെന്ന് ബോധം കെട്ട് മറിഞ്ഞു വീണു. ബോധം വീണപ്പോൾ ഫാബുവും എസ്മറാൽദയും വിളക്കിന് സമീപമുള്ള ഒരു പെട്ടിപ്പുറത്ത് തൊട്ടുരുമി ഇരിക്കുന്നത് കണ്ടു. കൊച്ചു കോലാടും അവളുടെ അരികിലുണ്ടായിരുന്നു. അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നത് അദ്ദേഹം കണ്ടു. അവൾ നെടുവീർപ്പോടെ പറഞ്ഞു, "ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. വന്നത് കാരണം വളരെ കാലമായി കർശനമായി പാലിച്ചു പോന്ന പ്രതിജ്ഞ ലംഘിക്കപ്പെട്ടു. എൻ്റെ രക്ഷയുടെ ശക്തി ഇല്ലാതായി പോകുന്നതുകൊണ്ട് ഇനി ഒരിക്കലും മാതാപിതാക്കളെ കാണാൻ കഴിയില്ല. ഇനിയെല്ലാം എനിക്ക് അങ്ങു തന്നെ. അങ്ങയെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല." ക്യാപ്റ്റൻ ഫാബു തൻ്റെ വാക്കുകൾക്ക് മാധുര്യം പകർന്നുകൊണ്ട് പറഞ്ഞു, "നീ എന്നെ പ്രേമിക്കുന്നുവെന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ ഞാൻ ധന്യനായി." ഒരവസരത്തിനു വേണ്ടി കാത്തിരുന്ന സൈനിക ഉദ്യോഗസ്ഥൻ്റെ കൈ അവളുടെ അരയ്ക്ക് ചുറ്റിപ്പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കൈ അരയിൽ നിന്ന് മൃദുവായി വിടർത്തിക്കൊണ്ട് ബൊഹീമിയക്കാരി പറഞ്ഞു, "അങ്ങ് സുന്ദരനാണ്. എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തിയ ദിവസം ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങയെ പ്രതിഷ്ഠിച്ചു. അതിനു മുമ്പ് ഞാനൊരു സൈനിക ഉദ്യോഗസ്ഥനെ സ്വപ്നം കണ്ടിരുന്നു. വാസ്തവത്തിൽ അങ്ങയെ പരിചയപ്പെടുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ കണ്ടിരുന്നത് അങ്ങയെ തന്നെയായിരുന്നു." ക്യാപ്റ്റൻ ഒരു ചെറു പുഞ്ചിരിയോടെ വാൾ ഉറയിൽ നിന്നെടുത്തു. അവൾ അതിൻ്റെ പിടിയിലും അലകിലും നോക്കുകയും വളരെയധികം കൗതുകത്തോടെ പിടിയിൽ ചുംബിക്കുകയും ചെയ്തു. അപ്പോൾ ഇരുട്ടത്തിരുന്ന് പുരോഹിതൻ പല്ലുകടിച്ചു. ക്യാപ്റ്റൻ പറഞ്ഞു, "നിന്റെ സംസാരവും പെരുമാറ്റവും ഒരു കൊച്ചു കുട്ടിയെപ്പോലെയാണല്ലോ" എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പത്തേക്കാൾ കുറേ കൂടി അടുത്തിരുന്നു. അവൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ തലോടിക്കൊണ്ട് ചോദിച്ചു, "അങ്ങ് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ?" "ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്നെയല്ലാതെ മറ്റൊരുത്തിയെയും ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല." ഇതുപോലുള്ള പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ള വാക്കുകൾ അദ്ദേഹം ആവർത്തിച്ചു. അത് കേട്ട് ആനന്ദം തുളുമ്പുന്ന മുഖഭാവത്തോടെ അവൾ മന്ത്രിച്ചു, "എൻ്റെ ജീവിതം സഫലമായി. എനിക്കിനി മരിച്ചാലും വേണ്ടില്ല." പുരോഹിതൻ ഇരുട്ടത്തിരുന്ന് വീണ്ടും പല്ലിറുമി. ഒരു നിമിഷം അതിസുന്ദരമായ സ്വന്തം മനോരാജ്യത്തിൽ മുഴുകിയിരുന്നു പോയ അവളുടെ അരക്കെട്ടിലൂടെ സൈനിക ഉദ്യോഗസ്ഥൻ്റെ കൈ പരതി നടന്നു. അവൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ടെന്ന പോലെ ചോദിച്ചു, "അങ്ങ് എന്തു ചെയ്യാൻ പോകുന്നു?" അവൾ വീണ്ടും മൂകയായി. അല്പം കഴിഞ്ഞ് അവളുടെ മുഖം വിടർന്നു. സ്നേഹം തുളുമ്പുന്ന മുഖഭാവത്തോടെ ചോദിച്ചു, "അങ്ങ് അങ്ങയുടെ മതം എന്നെയും പഠിപ്പിക്കുമോ?" പരുഷമായ ഒരു പൊട്ടിച്ചിരിയോടുകൂടി സൈനിക ഉദ്യോഗസ്ഥൻ ചോദിച്ചു, "അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ വിവാഹിതരാകാൻ വേണ്ടി." അവളുടെ മുഖം പെട്ടെന്ന് ചുവന്നു തൊടുത്തു. ഫാബു തെല്ലും സംശയത്തിന് ഇടം കൊടുക്കാത്ത തരത്തിൽ പറഞ്ഞു, "വിവാഹമെന്നത് ഒരു ചടങ്ങ് മാത്രം. ചടങ്ങിൽ എന്തിരിക്കുന്നു? വികാരിയച്ഛൻ ലത്തീൻ ഭാഷയിൽ എന്തെങ്കിലും പിറുപിറുക്കും, അത്രമാത്രം. ലത്തീൻ വാക്കുകൾ ഉച്ചരിക്കാതിരുന്നാൽ ആളുകൾക്ക് പരസ്പരം പ്രേമമില്ലാതായി പോകുമോ? എനിക്ക് അങ്ങയുടെ സ്നേഹം മാത്രം മതി."
മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ 2 കൈകളും സൈനിക ഉദ്യോഗസ്ഥൻ്റെ കഴുത്തിലർപ്പിച്ചു. പെട്ടെന്ന് അവളുടെ പ്രിയതമൻ്റെ തലയ്ക്ക് മീതെ അവൾ മറ്റൊരു തല കണ്ടു. തൊട്ടടുത്ത് കടാരയേന്തിയ ഒരു കൈയും. കടാര ക്യാപ്റ്റൻ്റെ നേർക്ക് താഴ്ന്നു. ചോരയൊലിപ്പിച്ചുകൊണ്ട് അത് വീണ്ടും പൊങ്ങി. കരയാൻ പോലും ശേഷിയില്ലാതെയായി തീർന്ന അവൾ ബോധം കെട്ട് വീണു. അപ്പോൾ ഇരുമ്പ് പഴിപ്പിച്ചതുപോലുള്ള പൊള്ളുന്നൊരു ചുംബനം അവളുടെ ചുണ്ടുകളിൽ പതിച്ചതുപോലെ അവൾക്ക് തോന്നി. ബോധം വീണപ്പോൾ കാവൽ സേനയിൽപ്പെട്ട പടയാളികൾ അവളെ വളഞ്ഞു നിൽക്കുന്നത് കണ്ടു. പുരോഹിതൻ നേരത്തെ സ്ഥലം വിട്ടിരുന്നു. ക്യാപ്റ്റൻ്റെ രക്തം പുരണ്ടൊരു വസ്ത്രം പടയാളികൾ കണ്ടെടുത്തു. ഒരു ദുർമന്ത്രവാദിനി ക്യാപ്റ്റനെ കുത്തിക്കൊന്നു എന്ന് ആളുകൾ തമ്മിൽ പറയുന്നതും അവൾ കേട്ടു. പാരീസിൽ ജിപ്സികൾ തിങ്ങിപ്പാർക്കുന്ന അത്ഭുത ലോകത്തിലെ പ്രജകളാകമാനം 1 മാസക്കാലമായി ദുഃഖത്തിൽ കഴിയുകയായിരുന്നു. അവർ ലായിസ് മറാൽദയെ തിരക്കാത്തിടമില്ല. എന്നിട്ടും ഒരു തുമ്പും കിട്ടിയില്ല. അവളെ കാണാതായ ദിവസം വൈകുന്നേരം അവളൊരു സൈനിക ഉദ്യോഗസ്ഥനോടൊരുമിച്ച് നടന്നു പോകുന്നത് കണ്ടതായി തെണ്ടി വർഗത്തിൽപ്പെട്ട ഒരാൾ ഗ്രിൻഷോറിനെ അറിയിച്ചു. കോലാടിനെയും ഒരിടത്തും കണ്ടില്ല. ലാ എസ് മറാൽദയുടെ തിരോധാനം ഗ്രിൻഷ്വാറിനെ ആകെ തളർത്തിക്കളഞ്ഞു. അവളെ കണ്ടെത്താനുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതിൽ നിരാശനായി തെരുവുകൾ തോറും അലഞ്ഞു തിരിഞ്ഞു നടന്നു. അദ്ദേഹം ഒരു ദിവസം നീതിന്യായ കൊട്ടാരത്തിൻ്റെ വാതിക്കൽ ഒരു ജനക്കൂട്ടം കണ്ടു. എന്തിനാണ് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതെന്ന് വെളിയിലേക്കിറങ്ങി വന്ന ഒരു ചെറുപ്പക്കാരനോട് ഗ്രിൻഷ്വാർ തിരക്കി. അയാൾ അറിയിച്ചു, ഒരു സൈനിക ഉദ്യോഗസ്ഥനെ ഒരുത്തി കുത്തിക്കൊന്നു. അധികാരികൾ നടപടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ വിചാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളൊരു ദുർമന്ത്രവാദിനിയാണെന്നാണ് ജനസംസാരം. അതിനാൽ ബിഷപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് എൻ്റെ ജ്യേഷ്ഠനായ ആർച്ച് ഡീക്കൻ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം മുഴുവൻ സമയവും ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ പോകാൻ തുടങ്ങി. അയാളുടെ ജ്യേഷ്ഠനെ താൻ അറിയുമെന്ന് പറയാൻ ഗ്രിൻഷ്വാർ ധൈര്യപ്പെട്ടില്ല. ദുർമന്ത്രവാദിനിയെ വിസ്തരിക്കുന്നത് കാണാനുള്ള കൗതുകത്തോടെ ഗ്രിൻഷ്വാർ നീതിന്യായ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു. ഹാളിൻ്റെ മുൻഭാഗം ജനനിബിഡമായിരുന്നു. സന്ദർശകരുടെ കൂട്ടത്തിൽ നീലിയുറപ്പിച്ചുകൊണ്ട് ഗ്രിൻഷ്വാർ തൊട്ടടുത്ത് നിന്നിരുന്ന ആളോട് പറഞ്ഞു, മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കാരണം കൊലപ്പുള്ളിയുടെ മുഖം കാണാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് അവളുടെ പേരറിയാമോ? ഇല്ല, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ആ സമയത്ത് ഒരു പ്രധാന സാക്ഷിയുടെ വിസ്താരം നടക്കുകയായിരുന്നു. ഒരു പഴന്തുണി കെട്ടുപോലെ തോന്നിക്കുന്ന ഒരു പടുകിഴവി മൊഴി കൊടുത്തു. എൻ്റെ പേര് ഫാലൂർദൽ എന്നാണ്. പോൺസൻ മിഷേലിൽ കഴിഞ്ഞ 40 വർഷമായി താമസിക്കുന്നു. പുഴയുടെ കരയിലാണ് വീട് നിൽക്കുന്നത്. ഒരു ദിവസം രാത്രിയിൽ ഞാൻ നൂല് നൂറ്റുകൊണ്ടിരിക്കുമ്പോൾ ആരോ കതകിന് മുട്ടി വിളിച്ചു. കതക് തുറന്നു കൊടുത്തു. 2 ആളുകൾ കയറി വന്നു. കറുത്ത വേഷം ധരിച്ച ഒരാളും സുന്ദരനായ ഒരു സൈനിക ഉദ്യോഗസ്ഥനും. കറുത്ത വേഷക്കാരൻ്റെ കണ്ണൊഴിച്ച് മറ്റൊന്നും കാണാൻ വയ്യായിരുന്നു. അയാളുടെ കണ്ണുകൾ കത്തുന്ന 2 കൽക്കരി കട്ടകൾ പോലെ തിളങ്ങുന്നത് കണ്ടു. വാടകയ്ക്ക് മുറി വേണമെന്ന് അവർ പറഞ്ഞു. ഞാൻ മുകളിലെ മുറി തുറന്നു കാണിച്ചു കൊടുത്തു. സൈനിക ഉദ്യോഗസ്ഥൻ ഒരു ക്രൗൺ തന്നു. ഉടൻ തന്നെ മേശ തുറന്ന് സ്വർണ്ണ നാണയം ഭദ്രമായി വെച്ചു. അല്പം കഴിഞ്ഞ് സുന്ദരനായ ചെറുപ്പക്കാരൻ ഏതോ ഒരു ആവശ്യത്തിന് പുറത്തേക്കിറങ്ങി. മടങ്ങി വന്നത് കാണാൻ നല്ല ചന്തമുള്ള ഒരു പെൺകൊച്ചിനെയും കൂട്ടിക്കൊണ്ടാണ്. അവളുടെ കൂടെ ഒരു കോലാടുമുണ്ടായിരുന്നു. അതിൻ്റെ നിറം കറുത്തതോ വെളുത്തതോ എന്ന് ഇപ്പോൾ ഓർമ്മയില്ല. സത്യം പറയട്ടെ, അത് കണ്ട് ഞാൻ പേടിച്ചു പോയി. വല്ല കൂടോത്രക്കാരിയുമായിരിക്കുമെന്ന് ഞാൻ ഭയന്നു. എനിക്ക് ഒരു സ്വർണ്ണ നാണയം നേരത്തെ തന്നതു കാരണം ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. പൂർണ്ണ നിശബ്ദതയിൽ എല്ലാവരും
വൃദ്ധയുടെ മൊഴി കേട്ടുകൊണ്ടിരുന്നു. വൃദ്ധ അല്പം ഭയചകിതയായി നിന്നതിന് ശേഷം തുടർന്നു. ഞാൻ നൂൽ നൂറ്റുകൊണ്ടിരുന്നു. ആയുടെ രാത്രികാലങ്ങളിൽ ഒരു വൈദികന്റെ പ്രേതം പട്ടണത്തിൽ ചുറ്റി നടന്നിരുന്ന കാര്യം എനിക്കും അറിയാമായിരുന്നു. അന്നേരം ആറുകോല വൈദികനെപ്പറ്റി അറിയാതെ ചിന്തിച്ചുപോയി. ഒരുപക്ഷെ കോലാടായിരിക്കും എന്നെക്കൊണ്ട് ഈ വിധത്തിൽ ചിന്തിപ്പിച്ചത്. പെട്ടെന്ന് മുകളിലത്തെ മുറിയിൽ ഒരു ഭയാനകമായി നിലവിളി കേട്ടു. അടുത്ത നിമിഷം എന്തോ നിലത്ത് വീഴുന്ന ശബ്ദവും ജനാല തുറക്കുന്നതും കേട്ടു. ഉടൻ തന്നെ ഞാൻ താഴത്തെ ജനാലയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അത് സാക്ഷാൽ അറുകൊല വൈദികൻ തന്നെ. ഒരു കറുത്ത രൂപം താഴോട്ട് വന്ന് വെള്ളത്തിൽ വീഴുന്നത് കണ്ടു. നല്ല നിലാവുണ്ടായിരുന്നുകൊണ്ട് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അത് പട്ടണത്തിൻ്റെ നേർക്ക് നീന്തി പോകുന്നത് നോക്കിക്കൊണ്ട് പേടിച്ച് അനങ്ങാതെ നിന്നുപോയി. ആറുകോല വൈദികന്റെ ഭയാനക രൂപം കൺമുമ്പിൽ കണ്ട് പേടിച്ചിട്ടെന്ന പോലെ വൃദ്ധ വിറയാർന്ന സ്വരത്തിൽ ഉത്കണ്ഠയും ഭീതിയും തളം കെട്ടി നിന്നിരുന്ന കോടതിയിൽ മൊഴി തുടർന്നു. ആ പെൺകുട്ടി ചത്തതുപോലെ കിടക്കുന്നത് കണ്ടു. സുന്ദരനായ ചെറുപ്പക്കാരൻ ചോരയിൽ മുങ്ങിക്കിടക്കുന്നതും കണ്ടു. നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. അവർ 2 പേരെയും കൊണ്ടുപോയി. പിറ്റേന്ന് ഇറച്ചി വാങ്ങാൻ പണത്തിനു വേണ്ടി മേശ തുറന്നപ്പോൾ കണ്ട കാഴ്ച അതിലും വിചിത്രമായിരുന്നു. അല്പനേരം സംസാരം നിർത്തിയിട്ട് വൃദ്ധ പകച്ചു നിൽക്കുന്നത് കണ്ട് ശ്രോതാക്കൾ പൂർവാധികം ഉത്കണ്ഠയോടെ ചെവിയോർത്തു. വൃദ്ധ പറയാൻ ആരംഭിച്ചു. സ്വർണ്ണ നാണയം വെച്ചിരുന്നിടത്ത് അത് കണ്ടില്ല. അവിടെ ഉണങ്ങിയൊരു ഇല മാത്രം. ഗ്രിൻഷ്വാർ സമീപത്ത് നിന്നിരുന്ന ആളിനോട് പറഞ്ഞു. കറുത്ത രൂപം, കോലാട്, ഇവയെല്ലാം കാരണം ഇത് ഒരാഭിചാരം പോലെ തോന്നുന്നു. ഇത് കേട്ട് വേറൊരാൾ പറഞ്ഞു. തീർച്ചയായും അവൾ ക്ഷുദ്രക്കാരി തന്നെ, പോരെങ്കിൽ കരിയിലയും. അവളും അറുകൊല വൈദികനും കൂടിച്ചേർന്ന് ക്യാപ്റ്റനെ വക വരുത്തിയതാണ്. ഈ അനുമാനത്തിൽ വിശ്വാസമർപ്പിക്കാതിരിക്കാൻ ഗ്രിൻഷ്വാറിന് പോലും കഴിഞ്ഞില്ല. അതിനിടയിൽ മജിസ്ട്രേറ്റ് ഉറക്കെ ചോദിച്ചു, പിശാചി നിനക്ക് തന്ന സ്വർണ്ണ നാണയം മാറ്റം സംഭവിച്ചിട്ട് ഉണ്ടായിത്തീർന്ന കരിയില ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് എന്ന് വൃദ്ധ മൊഴി കൊടുത്തു. കാവലാൾ കരിയില മജിസ്ട്രേറ്റിൻ്റെ മേശപ്പുറത്ത് വെച്ചു. ഉത്തരക്ഷണത്തിൽ പ്രതിയുടെ പേര് ഉറക്കെ വിളിക്കപ്പെട്ടു. അത് കേട്ട് ഗ്രിൻഷാർ നടുങ്ങിപ്പോയി. അത് ലായസ് മറാൽദയായിരുന്നു. അത്ഭുത സ്തബ്ധനായി നിൽക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ഒരു പ്രതിമ കണക്കെ നിന്ന് നടന്നതൊക്കെ ശ്രദ്ധിച്ചു. ലായസ് മറാൽദയ്ക്ക് ആകെ ഒരു മാറ്റം. അവൾ വിളറിപ്പോയിരുന്നു. ഭംഗിയായി പിന്നി അലങ്കരിച്ച് വെക്കാറുണ്ടായിരുന്ന അവളുടെ തലമുടി അഴിഞ്ഞ് ചിന്നിച്ചിതറി കിടക്കുന്നത് കണ്ടു. അവളുടെ മ്ലാന മുഖവും കരിവാളിച്ച ചുണ്ടുകളും കുഴിയിൽ താണ കണ്ണുകളും അദ്ദേഹത്തിന് അതികഠിനമായ മനോവേദനയുണ്ടാക്കി. അദ്ദേഹം പലതും ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അവളൊരു ഭ്രാന്തിയെപ്പോലെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഫാബു എവിടെ? അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? ദയവ് ചെയ്ത് ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരുമോ? അത് കേട്ട് വൈദിക കോടതിയിലെ അഭിഭാഷകൻ പരുഷ സ്വരത്തിൽ പറഞ്ഞു, അദ്ദേഹം മരിച്ചു. ഇപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. അത് കേട്ട് അവളുടെ മുഖം വെളുത്തു വിളറി. ഉടനെ മജിസ്ട്രേറ്റ് 2ാം പ്രതിയെ ഹാജരാക്കാൻ ഉത്തരവിട്ടു. ശിപ്പായിമാർ കാണാനഴകുള്ള കൊമ്പിലും കുളമ്പിലും പൊന്നു പൂശിയിരുന്ന ഒരു കൊച്ചു കോലാടിനെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കി. അപ്പോൾ ഗ്രിൻഷ്വാറിൻ്റെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അക്കാലത്ത് മന്ത്രവാദികളെ വിസ്തരിക്കുമ്പോൾ ക്ഷുദ്രപ്രവർത്തിക്ക് കരുക്കളായ ജന്തുക്കളെയും കോടതിയിൽ ഹാജരാക്കുക പതിവായിരുന്നു. ഒരു പന്നിയെ കഴിവിലേറ്റിയ സംഭവം 1466 സർക്കാർ രേഖകളിലുണ്ട്. 11 ദിവസം തുടർച്ചയായി വിചാരണ നടത്തിയതിന് ശേഷമാണത്രേ അതിനെ തൂക്കിക്കൊന്നത്. സമയം സന്ധ്യയായി. എന്നിട്ടും കോടതി പിരിഞ്ഞില്ല.
വൈദിക കോടതിയിലെ അഭിഭാഷകൻ മാസ്റ്റർ ഷാക്കെ ഷാർമോളു മേശപ്പുറത്തു നിന്ന് ഈജിപ്തുകാരിയുടെ തപ്പെടുത്ത് കോലാടിൻ്റെ നേരെ കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇപ്പോൾ മണി എത്രയായി? ആട്ടിൻകുട്ടി മുൻവശത്തെ വലതുകാല് പൊക്കി 7 പ്രാവശ്യം കുളമ്പ് കൊണ്ട് നിലത്ത് തൊഴിച്ച് കാണിച്ച ഉടൻ തന്നെ കവലയിൽ സ്ഥാപിച്ചിട്ടുള്ള മണി 7 തവണ മുഴങ്ങിയത് കേട്ട് ആളുകൾ ഭയപ്പെട്ടു പോയി. കവലയിൽ വെച്ച് ആട്ടിൻകുട്ടിയുടെ വിനോദപ്രകടനം കണ്ട് രസിച്ചിരുന്നവർ പോലും അതേ കാഴ്ച കോടതിയിൽ വെച്ച് കണ്ടപ്പോൾ നടുങ്ങിപ്പോയി. അപ്പോൾ അവരുടെ മനസ്സിൽ ആ ജന്തു ചെകുത്താൻ്റെ അവതാരമായി മാറിയിരുന്നു. ഷാക്കെ ഷാർമാളു അതിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന തുകൽ സഞ്ചി അഴിച്ച് അതിൽ നിന്ന് അക്ഷരമാല കട്ടകൾ വാരി നിലത്ത് വിതറി. അവ കുളമ്പ് കൊണ്ട് തട്ടി നിരത്തിയ ആട്ടിൻകുട്ടി ഫാബു എന്ന വാക്കിന് രൂപം കൊടുത്തു. സൈനിക ഉദ്യോഗസ്ഥനെ കൂടോത്രം ചെയ്ത് കൊന്നു എന്നതിനെപ്പറ്റി സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് മജിസ്ട്രേറ്റിന് പരിപൂർണമായി ബോധ്യപ്പെട്ടു. അദ്ദേഹം എസ്മറാൽദയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, ഏത് ഹീനകൃത്യവും ചെയ്യാൻ മടിയില്ലാത്തവളാണ് നീയെന്ന് കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞുവെങ്കിലും നിന്നോട് അവസാനമായി ഒരിക്കൽ കൂടി ചോദിക്കുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് മാസം 29-ാം തീയതി ഈ കോലാടിൻ്റെ സഹായത്തോടുകൂടി ക്യാപ്റ്റൻ ഫാബുവിനെ നീ കൊലപ്പെടുത്തുകയുണ്ടായി. ഈ കുറ്റം നിഷേധിക്കാനാണോ നിന്റെ ഭാവം? അവൾ ചോദ്യത്തിന് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അതൊരു പുരോഹിതനായിരുന്നു. എനിക്കെല്ലാം മനസ്സിലായി. 6 കൊല വൈദികനും നീയും ചേർന്ന് കൂടോത്രം ചെയ്തു. ഷാക്കെ ഷാർമാളു തൻ്റെ പ്രശാന്ത ഗംഭീരമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഈ പ്രതിയുടെ ശാഠ്യം വളരെ പരിതാപകരമായിരിക്കുന്നു. അതിനാൽ മർദ്ദനപ്രയോഗം നടത്തണമെന്ന് ഞാൻ കോടതി മുമ്പാകെ ബോധിപ്പിക്കുന്നു. അങ്ങനെ തന്നെ എന്ന് തൽക്ഷണം മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. അത് കേട്ട് അവൾ അടിമുടി വിറച്ചു. വൈദിക കോടതിയിലെ അഭിഭാഷകനായ ഷാക്കെ ഷർമാളു സായുധ ഭടന്മാർ എന്നിവരുടെ അകമ്പടിയോടുകൂടി പൊക്കം കുറഞ്ഞൊരു വാതിലിൻ്റെ നേരെ അവളെ കൊണ്ടുപോയി. അവൾ വാതിലിന് സമീപം എത്തിയ ഉടൻ തന്നെ അത് പെട്ടെന്ന് തുറക്കുകയും അവൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അടയുകയും ചെയ്തു. അറയ്ക്കുള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ആയുധങ്ങൾ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ട് ഭയപ്പെട്ട് അവൾക്ക് വീർപ്പുമുട്ടി. അപ്പോൾ ഷാക്കെ ഷാർമോളു ഒരു ചെറു പുഞ്ചിരിയോട് ചോദിച്ചു, ഇപ്പോഴും കുറ്റം നിഷേധിക്കുകയാണോ? അതെ, വളരെ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. പെട്ടെന്ന് ഷാർമോളുവിൻ്റെ മുഖഭാവം മാറി. അയാൾ പരുഷ സ്വരത്തിൽ പറഞ്ഞു, നീ ഇപ്പോഴും ശാഠ്യം പിടിക്കുകയാൽ ഞാൻ എൻ്റെ കൃത്യം നിർവഹിക്കാൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നു. അഭിഭാഷകൻ ഭടന്മാരോട് അവൾക്ക് പട്ടാള ചെരുപ്പ് ഇടിവിക്കാൻ കൽപ്പിച്ചു. ഉടൻ തന്നെ 2 ഭടന്മാർ ചേർന്ന് അവളെ ബലമായി പിടിച്ച് അവിടെ കിടന്ന ഒരു കട്ടിലിൽ കിടത്തിയിട്ട് 2 ഇരുമ്പ് കട്ടകൾ ഘടിപ്പിച്ച ഒരു യന്ത്രത്തിനുള്ളിൽ അവളുടെ പാദങ്ങൾ കുത്തിത്തിരുകി ഊക്കൊടഞ്ഞിരിച്ചു. എന്നോട് കരുണ കാണിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് വേദന സഹിക്കാൻ കഴിയാതെ അവൾ കിടന്ന് പൊളഞ്ഞപ്പോൾ ഷാർമാളുവിൻ്റെ ആജ്ഞയനുസരിച്ച് 2 പേർ തുകൽ വാറുകൊണ്ട് അവളുടെ മെലിഞ്ഞരയ്ക്ക് ചുറ്റും വരിഞ്ഞു മുറുക്കി. ഷാർമാളു ചോദ്യം ആവർത്തിച്ചു, ഇത് അവസാനമായി ചോദിക്കുകയാണ്. നിന്റെ പേരിൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ നീ സമ്മതിക്കുന്നുണ്ടോ? ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നവൾ ഷാർമോളുവിന് മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ പറഞ്ഞു. ഉടനെ അഭിഭാഷകൻ മർദ്ദകരോട് ആംഗ്യം കാണിച്ചു. അവർ ഇരുമ്പ് യന്ത്രം കൊണ്ട് വീണ്ടും അവളുടെ പാദങ്ങളെ ഞെരിച്ചപ്പോൾ വേദനാ നിർഭരമായ സ്വരത്തിൽ അവൾ പറഞ്ഞു, സകല കുറ്റങ്ങളും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മാർച്ച് 29-ന് 6 കൊല വൈദികന്റെ സഹായത്തോടെ നീ തന്നെയല്ലേ പട്ടാള ഉദ്യോഗസ്ഥനെ വകവരുത്തിയത്? അതെ, ഞാൻ തന്നെ.
അവളുടെ കുറ്റസമ്മതവും ഏറ്റുപറച്ചിലും അവിടെ ഉണ്ടായിരുന്ന കോടതി ഗുമസ്തൻ എഴുതിയെടുത്തു. ഷാ കെ ഷർമാളു അവളെ കോടതിയിൽ ഹാജരാക്കാൻ ആജ്ഞാപിച്ചിട്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അവളുടെ തിരിച്ചു വരവിനു വേണ്ടി അക്ഷമരായി കാത്തുനിന്ന ജനക്കൂട്ടം വിളറി മുടന്തി അവൾ കോടതിയിൽ വീണ്ടും വന്നപ്പോൾ ഉത്സാഹഭരിതരായി തീർന്നു. മജിസ്ട്രേറ്റ്, അഭിഭാഷകർ, കോടതി ജീവനക്കാർ എന്നിവർക്ക് മനസ്സമാധാനമായി. നേരം ഇരുട്ടിയതുകൊണ്ട് എല്ലാവരും എത്രയോ നേരത്തെ വീട്ടിലെത്താനുള്ള തിടുക്കം കാണിച്ചു. കോലാട് എസ്മറാൽഡയെ കണ്ട മാത്രയിൽ സന്തോഷിച്ച് തുള്ളിച്ചാടി. അത് അവളുടെ അടുത്തേക്ക് പോകാനുള്ള വെമ്പലോടെ കുതിച്ചെങ്കിലും ഒരു ബെഞ്ചിൻ്റെ കാലിൽ കെട്ടിയിരുന്നത് കാരണം ആ ശ്രമം വിജയിച്ചില്ല. എസ്മറാൽഡ കോടതിയിൽ പ്രവേശിച്ചുടനെ തന്നെ മജിസ്ട്രേറ്റ് അന്വേഷിച്ചു. പ്രതി കുറ്റം സമ്മതിച്ചോ? അനുകൂലമായ മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിധി പ്രസ്താവിച്ചു. നമ്മുടെ ചക്രവർത്തി തിരുമനസിൻ്റെ ആഗ്രഹമനുസരിച്ച് ഒരു ദിവസം നട്ടുച്ച സമയത്ത് മാറിൽ റൗക്ക മാത്രം ധരിച്ച് കാലിൽ ചെരുപ്പില്ലാതെ കഴുത്തിൽ കയറിട്ട് നിന്നെ ഒരു വണ്ടിയിൽ കയറ്റി നോത്രദാം പള്ളിയിലെ വിശാലമായ പൂമുഖത്തേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് നിനക്ക് പശ്ചാത്താപിക്കാൻ ഒരവസരം കിട്ടും. 2 റാത്തൽ ഭാരമുള്ളൊരു മെഴുകുതിരി കയ്യിൽ കത്തിച്ച് പിടിച്ചുകൊണ്ട് നീ അവിടെ തപസ് ചെയ്യണം. അതിനുശേഷം നിന്നെ പ്ലാസ്ത ഗ്രേവിലേക്ക് കൊണ്ടുപോകും. അവിടെ കവലയിൽ സ്ഥാപിച്ചിട്ടുള്ള കഴുമരത്തിൽ നിന്നെ കഴുത്തിൽ കയർ കെട്ടി തൂക്കിലിടും. നിന്റെ കോലാടിനും മരണശിക്ഷ തന്നെ. ആകെ തളർന്ന് വിവശിയായ ലായസ് മറാൽഡയ്ക്ക് താനൊരു ദുസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പോയി. ആരുടെയോ ഉരുക്കു മുഷ്ടികൾ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നതുപോലെയും അവൾക്ക് അനുഭവപ്പെട്ടു. മരണശിക്ഷയ്ക്ക് വിധിച്ച ലായസ് മറാൽഡയെ ജയിൽ കാവൽക്കാർ ചങ്ങലക്കിട്ട് കാരാഗൃഹത്തിൻ്റെ ഇരുട്ടറയിൽ അടച്ചു. വെളിച്ചവും കാറ്റും കടക്കാത്ത ഇരുട്ടറയുടെ തറയും ചുമരുകളും ഈർപ്പമുള്ളതായിരുന്നു. നീതിന്യായ കൊട്ടാരത്തിൻ്റെ നിലവറയാണ് ജയിലാക്കി മാറ്റിയിരിക്കുന്നത്. മധ്യകാലഘട്ടത്തിൽ കൊട്ടാരങ്ങളും പള്ളികളും കോട്ടകളും പണിയുമ്പോൾ അവയ്ക്കടിയിൽ ഒരു നിലവറയും ഉണ്ടായിരിക്കും. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് അഗാധമായ ശൂന്യതയിൽ തണുത്ത് മരവിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി എന്ന് ലായസ് മറാൽഡയ്ക്ക് നല്ല നിശ്ചയമില്ലായിരുന്നു. ഒരു തരം നിർവികാരതയ്ക്ക് അവൾ ഇതിനകം അടിപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവൾക്ക് ജീവിതത്തിൽ രാവും പകലും തമ്മിലോ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലോ യാതൊരു അന്തരവും ഇല്ലാതെയായി തീർന്നിരിക്കുന്നു. സൂത്രവാതിൽ തുറന്ന് ജയിൽ കാവൽക്കാരൻ വല്ലപ്പോഴും ഒരു കഷ്ണം റൊട്ടിയിട്ടിട്ട് പോകും. അപ്പോൾ മാത്രം ഇരുട്ടറയിൽ സ്വൽപ്പം വെളിച്ചം കിട്ടും. ഒടുവിൽ പകലെന്നോ രാവെന്നോ അവൾക്ക് നിശ്ചയമില്ലാതിരുന്ന ഒരു ദിവസം ആരുടെയോ കാൽപെരുമാറ്റം കേട്ട് തലപൊക്കി നോക്കിയപ്പോൾ ഗോവുണിപ്പടിക്ക് മുകളിലുള്ള സൂത്രവാതിലിൻ്റെ വിടവിൽ കൂടി വെളിച്ചം ഉള്ളിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഇരുട്ടുമായി ഇഴുകിച്ചേർന്ന അവളുടെ കണ്ണുകൾ സൂര്യരശ്മികളെ നേരിടാൻ കഴിയാതെ പെട്ടെന്ന് അടഞ്ഞുപോയി. അല്പം കഴിഞ്ഞ് ഒരു വിധത്തിൽ കണ്ണ് തുറന്നപ്പോഴേക്കും വാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു. കൽപ്പടിയിൽ ഒരു റാന്തൽ വെച്ചിരിക്കുന്നതും അവൾ കണ്ടു. കറുത്ത കുപ്പായം ധരിച്ച അതേ നിറമുള്ള തുണി കൊണ്ട് മുഖം മറച്ച ഒരു പൈശാചിക രൂപം മുമ്പിൽ നിൽക്കുന്നത് കണ്ട അവൾ ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഒരു പുരോഹിതൻ. ആളിൻ്റെ ശബ്ദം അവളെ കിടിലം കൊള്ളിച്ചു. നീ ഒരുങ്ങിക്കഴിഞ്ഞോ? എന്തിന്? അവൾ ആശങ്കയോടെ ചോദിച്ചു. മരിക്കാൻ. അത് കേട്ട് തെല്ലും കൂസലില്ലാതെ അവൾ പറഞ്ഞു, ഈ നിമിഷം മരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പുരോഹിതൻ അറയ്ക്കുള്ളിൽ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ വെളിച്ചമില്ല, തണുപ്പ് മാറ്റാൻ തീയില്ല, പോരാഞ്ഞിട്ട് തറയും ചുമരും നനഞ്ഞിരിക്കുന്നു, കിടക്കുന്നതാകട്ടെ ഈർപ്പമുള്ള വെറും തറയിലും.
എല്ലാവരും വെളിച്ചം അനുഭവിക്കുന്നു. പിന്നെ എന്തിനാണ് എനിക്ക് മാത്രം അത് നിഷേധിക്കുന്നത്? കാരണം നിനക്കറിയാം. അറിയാമായിരിക്കാം. പക്ഷേ എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ഞാനിവിടെ പേടിച്ചു കഴിയുന്നു. തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഇവിടെ വിട്ടു പോകണം. കറുത്ത കുപ്പായക്കാരൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കൂടെ വാ. അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. പുരോഹിതൻ മുഖം മറച്ചിരുന്ന കറുത്ത തുണി മാറ്റി. പല നാളുകളായി തന്നെ പിന്തുടരാറുള്ള അതേ പുരോഹിതൻ. അവൾ ഞെട്ടിവിറച്ചുകൊണ്ട് പിൻവാങ്ങി. ഫാബുവിൻ്റെ പിന്നിൽ കണ്ടതും അതേ രൂപം തന്നെയായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ മുറിവേറ്റ ഹൃദയം വീണ്ടും പിച്ചി ചീന്തിയതുപോലെയായി. ദേഹമാകെ വിറച്ചു. അവൾ മുഖം പൊത്തി വിക്കി വിക്കി പറഞ്ഞു. വേണമെങ്കിൽ എന്നെയും കൊന്നുകൊള്ളൂ. സ്വരം ഒന്നും മയപ്പെടുത്തിക്കൊണ്ട്. നിനക്ക് എന്നെ പേടിയാകുന്നു എന്ന് പുരോഹിതൻ അവളോട് ചോദിച്ചു. അത് കേട്ട് അവൾ പിറുപിറുത്തു. ഈ പുരോഹിതൻ തന്നെയാണ് എൻ്റെ ഇന്നത്തെ നിലയ്ക്ക് കാരണം. ഇയാൾ തന്നെയാണ് ഫാബുവിനെ കൊന്നതും. അവൾ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തു നോക്കി ചോദിച്ചു. നിങ്ങൾക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത എന്നെ എന്തിന് ഇത്രമാത്രം വെറുക്കുന്നു? ഉടനെ പുരോഹിതൻ പറഞ്ഞു. എനിക്ക് നിന്നോട് സ്നേഹമാണ്. അവൾ പുരോഹിതനെ മിഴിച്ചു നോക്കി. പുരോഹിതൻ തുടർന്നു പറഞ്ഞു. നിനക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ സമാധാനത്തോടെ ജീവിച്ചിരുന്നു. നിന്നെ കാണാനിടയായതോടെ പുരോഹിതൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവൾ പറഞ്ഞു. നിങ്ങളെ കാണുന്നതിന് മുമ്പ് ഞാനും. അനുകമ്പ പിടിച്ച് പറ്റാൻ പോന്ന സ്വരത്തിൽ പുരോഹിതൻ തുടർന്നു. നീ എന്നെ വിശ്വസിക്കൂ. ഞാൻ പറഞ്ഞത് നേരാണ്. നിന്നെ കാണുന്നതുവരെ എനിക്ക് സ്വന്തം ആത്മാവിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു. കൂടുതൽ കൂടുതൽ അറിവ് നേടുകയായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം. സ്ത്രീകളെ കാണുമ്പോൾ മനസ്സ് പതറിപ്പോകുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ എന്നെ നിയന്ത്രിച്ചു പോന്നിരുന്നു. ഉപവാസവും പ്രാർത്ഥനയും ലളിത ജീവിതവും കൊണ്ട് ഞാൻ സംയമനം ശീലിച്ചിരുന്നു. ഒരു നിമിഷം എന്തോ ആലോചിച്ചതിന് ശേഷം അദ്ദേഹം തുടർന്നു. ഒരു ദിവസം നോത്രദാം പള്ളിയിലെ ഗോപുരത്തിൽ നിന്നിരുന്ന ഞാൻ കവലയിൽ ഒരു യുവസുന്ദരി നൃത്തം ചെയ്യുന്നത് കിളിവാതിലൂടെ കാണാനിടയായി. നിന്നെ കണ്ട മാത്രയിൽ എൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടുപോയി. വളരെ നേരം അതേ നിൽപ്പിൽ നിന്ന് ഞാൻ നിന്റെ സൗന്ദര്യവും നൃത്തഭംഗിയും വേണ്ടുവോളം ആസ്വദിച്ചു. ആ സമയത്തും എൻ്റെ ശരീരത്തിലാകെ ഒരു മിന്നൽ പിണർപ്പാഞ്ഞു. വിധിയുടെ കരങ്ങളിൽ ഞാൻ അകപ്പെട്ടു പോയി എന്ന് എനിക്ക് തോന്നി. നിന്റെ അടുത്ത് ഒരാട്ടിൻകുട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ എന്നെ നശിപ്പിക്കാൻ നരകത്തിൽ നിന്നും വന്നവളാണ് നീ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ലാ എസ് മറാൽദയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആർച്ച് ഡീക്കൻ തുടർന്നു. ഇന്നും എൻ്റെ വിശ്വാസത്തിന് മാറ്റം വന്നിട്ടില്ല. നിന്റെ മനോഹരമായ നൃത്തം എന്നെ ലഹരി പിടിപ്പിക്കുകയും അതോടെ എൻ്റെ മനസ്സ് അജ്ഞാതമായ ഏതോ മായാജാലത്തിന് അടിപ്പെട്ടു പോവുകയും ചെയ്തു. വളരെ പാടുപെട്ട് ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കി. എവിടേക്കെങ്കിലും ഓടിപ്പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് നിന്നിടത്തു നിന്നും അനങ്ങാൻ കഴിഞ്ഞില്ല. പിന്നീട് ഒരിടത്ത് വെച്ച് നിന്നെ കാണാനിടയായി. അതിനുശേഷവും പല തവണ കണ്ടു. അപ്പോഴെല്ലാം നിന്നെ വീണ്ടും വീണ്ടും കാണാൻ ഞാൻ കൊതിച്ചുപോയി. പലപ്പോഴും നിന്നെ കാണാൻ വേണ്ടി മാത്രം കവലയിൽ നിലയുറപ്പിക്കും. ഗോപുരമുകളിൽ കയറി നിൽക്കും. നീയൊരു ജിപ്സിയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ നിമിഷം മുതൽ നിന്നെപ്പറ്റിയുള്ള സംശയം മനസ്സിൽ വേരോടാൻ തുടങ്ങി. അല്പസമയം മൗനത്തിലാണ്ടതിനു ശേഷം എന്തോ പെട്ടെന്ന് ഓർത്തിട്ടെന്ന പോലെ അദ്ദേഹം പറഞ്ഞു. ഒരിക്കലൊരു മന്ത്രവാദിനി ഒരു വ്യാപാരിക്ക് ക്ഷുദ്രപ്രയോഗം ചെയ്തു. അതറിഞ്ഞ വ്യാപാരി ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവളെ തീയിലിട്ട് ചുട്ട് ശല്യമൊഴിവാക്കി സ്വയം രക്ഷ പ്രാപിച്ചു. വ്യാപാരി ചെയ്തതുപോലെ
ഞാനും ചില കടുത്ത നടപടികളെടുത്തു. ആദ്യമായി കവലയിൽ വരാൻ നിനക്ക് വിലക്ക് കൽപ്പിച്ചു. എന്നിട്ടും നീ അവിടെയെല്ലാം ചുറ്റിത്തിരിഞ്ഞു. ഒരു രാത്രിയിൽ ബലാത്കാരമായി നിന്നെ പിടിച്ചുകൊണ്ടുപോയത് നിനക്ക് ഓർമ്മ കാണും. അതിനിടെ തെമ്മാടിയായ സൈനിക ഉദ്യോഗസ്ഥൻ ഇടയ്ക്ക് വന്നത് കാരണം അപ്പോഴും നിനക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പിന്നീടൊരിക്കൽ ഒരു രാത്രിയിൽ എൻ്റെ അടുത്തുകൂടി കടന്നുപോയ ഒരാൾ നിന്റെ പേര് ഉച്ചരിക്കുന്നത് ഞാൻ കേൾക്കാനിടയായി. അയാളുടെ ലക്ഷ്യം മനസ്സിലാക്കിയ ഞാൻ അയാളെ പിന്തുടർന്നു. അത് കഴിഞ്ഞ് എന്തുണ്ടായി എന്നത് നിനക്കും അറിവുള്ളതാണല്ലോ. ലാ എസ്മറാൽദയുടെ ചുണ്ടുകൾ വിതുമ്പി. പാവം ഫാബു. സൈനിക ഉദ്യോഗസ്ഥൻ്റെ പേര് കേട്ട മാത്രയിൽ ജ്വലിച്ചുകൊണ്ട് പുരോഹിതൻ പറഞ്ഞു. ഞാൻ കേൾക്കെ അവൻ്റെ പേരുച്ചരിക്കരുത്. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം തുലച്ചത് അവനാണ്. എൻ്റെ ബുദ്ധിമുട്ടുകൾ നിനക്കറിയാൻ പാടില്ല. കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കോടതിയിലുണ്ടായിരുന്നു. യഥാർത്ഥ കുറ്റവാളി ഞാൻ തന്നെയെന്ന് നിന്നോട് തുറന്നു പറയാൻ എനിക്ക് മടിയില്ല. നിന്നെ പീഡനത്തിന് വിധേയയാക്കാൻ ഇരുട്ടുമുറിയിലേക്ക് കൊണ്ടുപോയപ്പോൾ സ്വന്തം മനസാക്ഷിയുടെ വേദന ഞാൻ നല്ലവണ്ണം അനുഭവിച്ചു. നിന്റെ സുന്ദരമായ പാദങ്ങൾ ഇരുമ്പ് കട്ടകൾക്കടിയിൽ ഞെരിഞ്ഞമരുന്ന് സഹിക്കാൻ കഴിയാഞ്ഞ് മറ്റാരും അറിയാതെ ഞാൻ കയ്യിലിരുന്ന കത്തി നെഞ്ചത്ത് കുത്തിയിറക്കി മുറിവുണ്ടാക്കി വേദന സഹിച്ചുകൊണ്ട് മനസ്സമാധാനം കണ്ടെത്തി. കുറച്ചകലെയിരുന്ന് ഞാൻ നിന്റെ ദീനരോധനം കേട്ടപ്പോൾ വീണ്ടും മുറിവിൽ കത്തിമുന അമർത്തി. ഒരു നിമിഷം മിണ്ടാതിരുന്നിട്ട് പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് അപ്പോഴും കരിഞ്ഞിട്ടില്ലാത്ത മുറിവ് കാണിച്ചു കൊടുത്തു. അത് കണ്ടവൾ അന്താളിച്ചു പോയി. വിക്ടർ യൂഗോയുടെ നോത്രദാമിലെ കൂനൻ എന്ന നോവലിൻ്റെ 3-ാം ഭാഗം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.